തെരുവിലിറങ്ങിയാലുണ്ടല്ലോ ഇന്ന് തെരുവിൽ നിന്ന് BJPക്കെതിരെ വെല്ലുവിളിക്കുന്നവർക്ക് തെരുവുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ വർത്തമാനമൊന്നും വേണ്ട. നിങ്ങൾ എഴുതിക്കോ. മനുഷ്യന്മാർക്ക് നാട്ടിലൂടെ നടക്കാൻ കഴിയാത്ത നാട്ടിൽ ജയിലിൽ കിടക്കുന്നതാണ് അതിനേക്കാൾ ബെറ്റർ, അതിനേക്കാൾ ഭേദം എന്ന് പറഞ്ഞ് KP കേശവമേനോൻ ജയിലിൽ കിടന്ന് മാതൃഭൂമിക്ക് വേണ്ടി എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ശ്രീ B ഗോപാലകൃഷ്ണൻ, അതിർത്തിയിലൊക്കെ ഉപയോഗിക്കുന്ന പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വെടിവെച്ചാൽ ഈ യുവാക്കൾ ഭയപ്പെട്ടു പോകും, പേടിച്ചു പോകും എന്ന് കരുതിയോ? അല്ല, ഒറിജിനൽ ഗണ്ണുപയോഗിച്ച് വെടിവെച്ച് DYFക്കാരിലെ 10 പേരെ കൊന്ന ഒരു ഭരണകൂടം ഈ കേരളത്തിലുണ്ടായിരുന്നല്ലോ. അന്ന് ഭയക്കാത്ത യുവജനത ഇന്ന് ഭയക്കുമെന്ന് ആരും വിചാരിക്കുന്നില്ല. അന്ന് DYFക്കാരുടെ 10 പേരെ നമ്മുടെ കണ്ണൂരിൽ വെടിവെച്ചത് ഏത് സംഘടനയാണ്? കോൺഗ്രസ് എന്ന് പറയുന്ന ഭരണകൂടമാണ്. അല്ല, അത് മരിച്ചതല്ലേ. വെടിവെച്ചപ്പോൾ പരിക്കേറ്റവരും വെടിവെച്ചപ്പോൾ ആരെയൊക്കെയാണ് വെടിവെച്ചെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. വേണ്ടല്ലോ, EMS മന്ത്രിസഭ, തൊഴിലാളിയുടെ പേരിൽ അധികാരത്തിൽ വന്ന EMS മന്ത്രിസഭ കശുവണ്ടി തൊഴിലാളികൾക്ക് നേരെ വെടിവെച്ച് 3 പേര് കൊല്ലപ്പെട്ട ചരിത്രം അഭിലാഷ് മോഹനെ ഞാൻ പഠിപ്പിക്കേണ്ടതില്ലല്ലോ. എന്നിട്ട് തൊഴിലാളികൾ പിരിഞ്ഞുപോയി എന്ന് ആരെങ്കിലും വിചാരിച്ചോ? പെല്ലറ്റ് ഗൺ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കണം, അത് ഉപയോഗിക്കാതിരിക്കേണ്ട കാര്യമില്ല. ഇപ്പം നേരത്തെ ഇവിടെ ആം ആദ്മിയുടെ സുഹൃത്താണ്, എനിക്ക് കേൾക്കാനൊന്നും പറ്റിയില്ല മുഴുവൻ, ഞാൻ വന്നപ്പോഴേക്കും അത് അദ്ദേഹത്തിൻ്റെ സ്പീച്ചൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം സംസാരിച്ചു. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഈ കോൺഗ്രസ് നടത്തുന്ന സമരത്തോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? കാരണം നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ്, ഡൽഹിയിലെ നേതാവ് അതിഷിയും അതുപോലെ തന്നെ സുഭാഷ് ഭരദ്വാജിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് ഹിന്ദു പത്രത്തിൻ്റെ 10ാം പേജിൽ വന്നിട്ടുണ്ട്. കോൺഗ്രസും BJPയും ഒന്നാണ്. കോൺഗ്രസും BJPയും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ സമരം പൊളിക്കാൻ ശ്രമിക്കുന്നത്. CJPയുടെ സമരം പൊളിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസും അതുപോലെ തന്നെ BJPയും ഒരുമിച്ച് ചേർന്നിട്ടാണ്. എന്തു പറയുന്നു ഈ അഭിലാഷ് മോഹൻ്റെ ചർച്ചയിൽ അതിഷിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ആം ആദ്മിക്ക് എന്തു പറയാനുണ്ട്? BJPയും കോൺഗ്രസും ഒന്നിച്ച് ചേർന്നിട്ടാണോ സമരം പൊളിക്കാൻ ശ്രമിക്കുന്നത്? ഈ CJPയുടെ സമരം പൊളിക്കാനാണോ രാഹുൽ ഗാന്ധി വന്നത്? എന്തായാലും ഉത്തരം അദ്ദേഹം പറയട്ടെ. പക്ഷേ എനിക്ക് അഭിലാഷ് മോഹനോടൊരു കാര്യം പറയാനുണ്ട്. അഭിലാഷ് മോഹൻ, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് മാതൃഭൂമി ചാനലിലാണ്. നിങ്ങളുടെ മാതൃഭൂമിയുടെ പത്രം ഉണ്ടല്ലോ, ആ പത്രം കുറേ നാളായി തുടങ്ങിയിട്ട്, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറേ നാളായി, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷേ മാതൃഭൂമിയുടെ ഇന്നത്തെ എഡിറ്റോറിയൽ അഭിലാഷ് മോഹൻ വായിച്ചിട്ടുണ്ടാവും. ഈ സമരം എന്ന് പറയുന്നത് 12 വർഷത്തെ അരാജകത്വ ഭരണം, നരേന്ദ്രമോദി കൂടെ 12 വർഷത്തെ അരാജകത്വ ഭരണം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ സമരം എന്നാണ്. ഈ 12 വർഷമായിട്ട് ഒരു വിദ്യാർത്ഥിയും ഇന്ത്യയിൽ സമരം ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. 12 വർഷമായിട്ട് ഇന്ത്യയിൽ അരാജകത്വമാണെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. ഭാരതത്തിൻ്റെ കടക്കണിയിൽ നിന്ന് ഭാരതത്തെ ഇന്ത്യയുടെ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർത്തിയ അഴിമതിരഹിതമായ ഒരു ഭരണം കഴിഞ്ഞ 12 വർഷമായി നടത്തുന്ന, ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ട നരേന്ദ്രമോദി സർക്കാരിനെ ഈ എന്താ പറയുക, അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അങ്ങ് അരാജകത്വത്തിൻ്റെ പേര് പറഞ്ഞ് നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കി ഇല്ലാതാക്കാനാണ് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സമരത്തിൻ്റെ ലക്ഷ്യമൊക്കെ വളരെ വ്യക്തമാണ്. ഞാൻ ഒരു കാര്യം അഭിലാഷ് മോഹനോടും ഈ എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ള വ്യക്തിയുണ്ടല്ലോ അയാളോടും പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് നരേന്ദ്രമോദി. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് നരേന്ദ്രമോദി. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി സൗഹൃദമുള്ള, ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ള, ആത്മീയ ബന്ധമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഞങ്ങളങ്ങോട്ട് തെരുവിലിറങ്ങിയാലുണ്ടല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനവും തെരുവിലിറങ്ങിയാലുണ്ടല്ലോ ഇന്ന് തെരുവിൽ നിന്ന് BJPക്കെതിരെ വെല്ലുവിളിക്കുന്നവർക്ക് തെരുവുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ വർത്തമാനമൊന്നും വേണ്ട. വിദ്യാർത്ഥികളുടെ പേരും പറഞ്ഞുകൊണ്ട് എന്തിനാ കാശ്മീരിലെ 370 വകുപ്പ് റദ്ദാക്കണമെന്ന് പറയുന്നത്? ഏത് വിദ്യാർത്ഥിയാ പറയുന്നത്? ഞങ്ങൾക്കാണ് വലിപ്പം, ഞങ്ങൾക്കാണ് ശക്തി, ബാക്കി തെരുവിലിറങ്ങുന്ന ആളുകളെയൊക്കെ അങ്ങ് നിഷ്കാസനം ചെയ്ത്
അല്ല, ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ. നിങ്ങൾക്ക് നിങ്ങളുടെ പത്രത്തിന് എഡിറ്റോറിയൽ വെച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ ഇപ്പം അങ്ങോട്ട് വീഴ്ത്താം, നേപ്പാൾ പോലെ ബംഗ്ലാദേശ് പോലെ നേപ്പാൾ പോലെ സമരം നടത്തി നരേന്ദ്രമോദി സർക്കാരിനെ അങ്ങോട്ട് വീഴ്ത്താം, നരേന്ദ്രമോദിയെ അങ്ങ് വെടിവെച്ച് കൊല്ലാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കില്ല മക്കളെ എന്ന് പരസ്യമായി പറയുകയാണ്. ചുണ്ണാമ്പ് നടക്കില്ല വിദ്യാർത്ഥി. അത് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എഴുതിക്കോ. പറയും. അല്ല അഭിലാഷ് മോഹൻ, ഞാൻ പറയട്ടെ, ഇനിയും പറയും ഞങ്ങൾ എഴുതിക്കോ, ഞങ്ങൾ പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞല്ലോ. അല്ല, ആ എഴുതിയവനോട് പറഞ്ഞേക്ക് നിങ്ങൾ എഴുതിയല്ലോ. ഞാൻ പറയല്ലേ, ഇനി എഴുതുന്നു. ഇന്ത്യയിൽ നടക്കില്ല, മനസ്സല്ലേ? പറയൂന്ന്. ഇന്ത്യയിൽ അതൊന്നും നടക്കൂല അഭിലാഷേ. അല്ല, അത് ശ്രീ ഗോപാലകൃഷ്ണൻ ഇന്ത്യയാണ്. അത് ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. പണ്ടേ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒന്ന് കേൾക്കൂ. മനസ്സിലായല്ലേ? കേരളത്തിന്റെ ചരിത്രത്തിൽ ജയിലിൽ ഇരുന്നുകൊണ്ട് എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ, കെ പി കേശവ മേനോൻ. അത് ഇന്ത്യ രാജ്യം ഈ തരത്തിലാവുന്നതിന് മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, അന്ന് പൊന്നുതമ്പുരാനായിരുന്നു നാട് ഭരിച്ചിരുന്നത്. പൊന്നുതമ്പുരാൻ നാട് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മനുഷ്യർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് എല്ലാ നിരത്തിലൂടെയും നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാലത്ത് മനുഷ്യന്മാർക്ക് നാട്ടിലൂടെ നടക്കാൻ കഴിയാത്ത നാട്ടിൽ ജയിലിൽ കിടക്കുന്നതാണ് അതിനേക്കാൾ ബെറ്റർ, അതിനേക്കാൾ ഭേദം എന്ന് പറഞ്ഞ് കെ പി കേശവ മേനോൻ ജയിലിൽ കിടന്ന് മാതൃഭൂമിക്ക് വേണ്ടി എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ചരിത്രമുണ്ട്. എല്ലാ തരത്തിലുള്ള സ്വേച്ഛാധിപത്യങ്ങൾക്കെതിരെയും എല്ലാ തരത്തിലുള്ള അസ്വാതന്ത്ര്യങ്ങൾക്കെതിരെയും എഡിറ്റോറിയൽ എഴുതും. ഇപ്പോൾ എഴുതിയിട്ടുണ്ട്, മുമ്പ് എഴുതിയിട്ടുണ്ട്, ഇനി എഴുതും. അക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഇനി നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോഴത്തെ കാര്യത്തിൽ ഈ കുട്ടികളുടെ സമരം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറ. നടക്കുവോ, പറ്റുവോ? അല്ല, താങ്കൾ പറഞ്ഞല്ലോ, ഞാൻ മിണ്ടാതിരുന്ന് കേട്ടുവല്ലോ. അപ്പൊ ഒരു കാര്യം കൂടി ഞാൻ അങ്ങ് പറഞ്ഞോട്ടെ. ഈ കെ പി കേശവ മേനോൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. കെ പി കേശവ മേനോന്റെ പാരമ്പര്യം മാതൃഭൂമി എന്ന് പറഞ്ഞു ഈ രാജ്യത്തുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ പാരമ്പര്യം കെ പി കേശവ മേനോന്റെ പാരമ്പര്യമല്ല, രാഷ്ട്രീയ പാരമ്പര്യമാണ്. ഇല്ലാതാക്കാനുള്ള രാഷ്ട്രീയ പാരമ്പര്യത്തിന് അതുകൊണ്ട് ഞങ്ങൾ എതിർക്കും. അതുകൊണ്ട് ഞങ്ങൾ അതിനെ ശക്തമായി അതിനെതിരെ വിമർശിക്കും. അത്രേ ഉള്ളൂ. അതുപോലെ ഞാൻ പറഞ്ഞോട്ടെ, എന്നോടും കൂടി ഒന്ന് പറയാൻ അനുവദിക്കണം. താങ്കൾ പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ആ മറുപടിയിലാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം, അങ്ങനെയുള്ള പ്രസ്ഥാനത്തിന്റെ നേതാവാണ് നരേന്ദ്രമോദി. ഒരു ദിവസം നരേന്ദ്രമോദിയെ നേപ്പാൾ പോലെ ബംഗ്ലാദേശ് പോലെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കൂല, ചുക്കും നടക്കൂല. ഇറങ്ങിയാൽ ഇന്ന് തെരുവിലുള്ളവർക്ക് തെരുവുണ്ടാവില്ല. തെരുവിലുള്ളവർക്ക് തെരുവുണ്ടാവില്ല.